ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവ ചുമത്തിയ അമേരിക്കയുടെ ചൂഷക നയങ്ങൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയർത്തി കർഷകരും തൊഴിലാളികളും കോർപ്പറേറ്റ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഗ്രാമങ്ങളിലും നഗരങ്ങളും ട്രാക്ടർ റാലിയും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. അമേരിക്കയെ പ്രീതിപ്പെടുത്താൻ ഇന്ത്യയുടെ പരമാധികാരം തീറെഴുതണമെന്നാവശ്യപ്പെട്ടായിരുന്നു നരേന്ദ്രമോദി സർക്കാരിനെതിരായ കർഷക തൊഴിലാളി പ്രതിഷേധം. സംയുക്ത കിസാൻ മോർച്ച, അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ എന്നീ സംഘടനകൾ നേതൃത്വം നൽകിയ പ്രക്ഷോഭത്തിൽ 10ലേറെ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ പങ്കെടുത്തു. സ്വതന്ത്ര വ്യാപാര കരാറിലെ ചർച്ചകൾ പാർലമെന്റ് പുനഃപരിശോധിക്കുക, കാർഷിക, ക്ഷീര, മത്സ്യ ഉൽപാദന മേഖലകളെ അമേരിക്കൻ കുത്തകൾക്ക് അടിയറവ് വയ്ക്കുന്ന നടപടി പിൻവലിക്കുക, കാർഷിക ഭൂമിയിലെ കോർപ്പറേറ്റ് കൊള്ള അവസാനിപ്പിക്കുക, രൂക്ഷമായ തൊഴിലില്ലായ്മ പരിഹരിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ച് രാജ്യവ്യാപകമായി പ്രതിഷേധം തീർത്തു. കോർപ്പറേറ്റ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ട്രാക്ടർ റാലികൾ നടന്നു. ഹരിയാന, പഞ്ചാബ്, ഒഡീഷ, മണിപ്പൂർ, ദില്ലി, ഉത്തർപ്രദേശ്, ബീഹാർ, കർണാടക, ത്രിപുര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ കർഷക രോഷം ഉയർന്നു. നരേന്ദ്രമോദിയുടെയും ഡൊണാൾഡ് ട്രംപിന്റെയും കോലം കത്തിച്ചും പ്രതിഷേധം ആളിക്കത്തി. കോർപ്പറേറ്റ് അനുകൂല നയങ്ങളിൽ മോദി സർക്കാർ ഉറച്ചു നിന്നാൽ തൊഴിലാളി കർഷക ഐക്യത്തിൽ വൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്നും സംയുക്ത കിസാൻ മോർച്ച മുന്നറിയിപ്പ് നൽകി. കൈരളി ന്യൂസ്, ദില്ലി.